ഹലോ ഗൈസ്, അപ്പം കൊട്ടിയൂർ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇടാൻ കുറച്ച് ലേറ്റായി പോയി എന്നറിയാം, പക്ഷേ ഇപ്പോഴാണ് ഗൈസ് ഒഴിവ് കിട്ടിയത്. അപ്പം ഞങ്ങളൊരു രാത്രി 10 മണി 11 മണിയായിരുന്നു ഇറങ്ങിയപ്പം ഒരു 2 ബസ്സിനുള്ള ആൾക്കാരുമായിട്ടാണ് പോകുന്നത്. ഒരു പുലർച്ചെ 3 മണി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുളിക്കണമല്ലോ, കൊട്ടിയൂരെത്തിയാൽ മുങ്ങി കുളിക്കണമല്ലോ. അപ്പം അതിനുള്ള സ്ഥലം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുളിച്ച സ്ഥലം ഇതല്ല, കുറേ വെള്ളമുള്ള സ്ഥലത്താണ് ഞങ്ങൾ കുളിച്ചതെന്ന്. അപ്പോൾ ഞങ്ങൾ കുറേ തപ്പിയെ കിട്ടിയില്ല. പിന്നെ എല്ലാവരും കുളിച്ച സ്ഥലത്താണ് ഞങ്ങൾ പോയി കുളിച്ച്. പിന്നെ കുറേ വരി നിന്ന് ഗൈസ്, വരി നിന്ന് കുഴങ്ങിന്ന് പറഞ്ഞാൽ മതിയല്ലോ. തിക്കും തിരക്കും. ഈ കർണാടകക്കാരൊക്കെ എന്ത് ശക്തിയുള്ള ആൾക്കാരാണ്. ഒരു സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്നും തിക്കി തിരക്കി അവസാനം ജീവനും കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ കയറിയത്. അങ്ങനെ എന്തായാലും അമ്പലത്തിലൊക്കെ നല്ലപോലെ പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പം ശരിക്കും കുളിക്കാനുള്ള സ്ഥലം ഞങ്ങൾ പോണ വഴിക്കാണ് കണ്ടുപിടിച്ചത്. ഇതേനി ഗൈസ് ആ സ്ഥലം. അങ്ങനെ എന്തായാലും തിരിച്ച് പോണ വഴിക്ക് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറേ കല്ലടുക്കി വെച്ച് കണ്ട്. അപ്പം ഇതിലെന്തോ വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളും കുറേ കല്ലൊക്കെ അടുക്കി വെച്ച് അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇനി അക്കരെ കൊട്ടിയൂർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. പോണ വഴിക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടേനി. ഈ പൂക്കൾ കണ്ടോ ഗൈസ്, ഇത് വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടുത്തെ ഏട്ടനോട് പറയാണ് വീഡിയോ എടുക്കാൻ പൈസ തരണമെന്ന്. ഞാൻ പിന്നെ മൈൻഡാക്കാതെ പോകുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറേ കുങ്കുമവും പിന്നെ എന്തൊക്കെയൊക്കെ സാധനങ്ങൾ ഉണ്ടേനി. എന്തായാലും ഈ ഒരു സംഭവം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടേനി കേട്ടോ വീട്ടിലേക്ക്. അതിന് ശേഷം ഇതാ നമ്മൾ അപ്പുറത്തെ അമ്പലത്തിലെത്തി. അപ്പുറത്തെ സെയിം അവസ്ഥയാണ് ഇവിടെയും. ഇവിടെ പേരും തിരക്കേനി. കുറേ നേരം ക്യൂ നിന്നിട്ടാണ് നമ്മൾ അമ്പലത്തിലെത്തിയത്. ഇതൊക്കെ കാണില്ല ഗൈസ്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കിൻ്റെ ഇടയിലൊക്കെ പെടുന്നത്. ഇതിങ്ങനെ എത്രയും ഒരു തിരക്ക് പിടിച്ച സ്ഥലത്തേക്കാണ് പോണതെന്നുള്ള ഒരു ഐഡിയ പോലും പോണ സമയത്ത് എനിക്കില്ലേനി കേട്ടോ. അതിന് ശേഷം ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഒരു അന്നദാനത്തിന് ആണ് പോയത്. അവിടെ അതിനേക്കാളും വലിയ ക്യൂ നിന്ന് എന്തായാലും നമ്മൾ ക്യൂ ഒരു വിഷയമേ അല്ലാതായി മാറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ക്യൂ നിന്നാൽ എന്താ, അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഫുഡ് അത് അടിപൊളിയാണ്. ടേസ്റ്റ് ഒരു രക്ഷയില്ല. അതായത് നമുക്ക് എന്താ പറയുക, സാമ്പാറും ചോറും ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കും. പക്ഷേ ഈ ഒരു സാമ്പാറും ചോറും ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു അച്ചാറാണെങ്കിൽ പോലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടത് പെർലാശ്ശേരി അമ്പലത്തിലേനി. ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ മാറി നിന്നൊരു സമാധാനപരമായൊരു അന്തരീക്ഷം കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഈ കുളവും അവിടുത്തെ ഒരു ചുറ്റുപാടും ഒക്കെ നല്ല സമാധാനമായിട്ടുള്ളതേനി. അങ്ങനെ നേരെ നമ്മൾ കുളത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കുളത്തിൽ പോയി കാലൊക്കെ കഴുകി. പിന്നെ ഇവിടുത്തെ കുളത്തിൽ പോയിട്ട് കാല് കഴുകുമ്പം മീനുകൾ കൊത്തണം എന്നുള്ള ഒരു ഇത് ഞാൻ കേട്ടിട്ടോ അവിടുന്ന്. അപ്പം അത് എന്താണ് അതിൻ്റെ പിന്നിലെ ഐതിഹ്യം എന്നൊന്നും അറിയില്ല. നമ്മൾ വേറെ 2-3 അമ്പലത്തിലും കൂടി പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടേനി. പക്ഷേ സമയപരിമിതി മൂലം നമുക്ക് പോകാൻ പറ്റാഞ്ഞതാണ്. കാരണം നല്ല ബ്ലോക്കും തിരക്കും ഒക്കെ ഉണ്ടേനി. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നാൽ തന്നെ ഒരു സമാധാനമാണ് ഗൈസ്. പിന്നെ ഇത്രയും വലിയൊരു കുളമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണും കേട്ടോ. നല്ല അടിപൊളി കുളേനി. മഞ്ഞിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ ഓരോന്ന എണ്ണിക്കൊണ്ടേരൻ മാറ്റി ശീലങ്ങൾ കണ്ണാലെ കാണാതെ ഉള്ളാലെ കണ്ടിടും വിശ്വാസക്കാവൽ തേടാതെ നാരായ തുഞ്ചത്തെ നേരേതോ പൊയ്യേതോ ഏതേതും ഓർക്കാതെ നീ നിന്നിൽ തന്നെ നിന്നെ തന്നെ വെള്ളാരത്താരം പിന്നിൽ തേവാരം നോൽക്കുന്നേ തുമ്പിൽ മന്ത്രം മന്ദം ചൊല്ലി പൂക്കും നീളത്തിൽ മങ്ങിടും ഓർമ്മയ്ക്കുള്ളിൽ മങ്ങാതെ വേദങ്ങൾ. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പ്രസാദക്കഞ്ഞി കിട്ടിയിട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടേനി. അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് മുത്തപ്പൻകാവിക്കേനി. അവിടെ അതിനേക്കാളും വലിയ തിരക്കേനി ഗൈസ്. എന്തൊരു തിരക്കേനി, ആൾക്കാരെ സമ്മേളനേനി. മുത്തപ്പൻ ഒരു നോക്ക് കാണാനേ പറ്റുള്ളൂ, ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ അതും കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രസാദവും വാങ്ങി ഞങ്ങൾ പോന്നു. എന്തായാലും ഭയങ്കര സംഭവ ബഹുലമായ ഒരു കൊട്ടിയൂർ യാത്രയേനി. ആദ്യത്തെ എക്സ്പീരിയൻസ് എന്തായാലും അടിപൊളിയേനി ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.